ഗുണ്ടൽപേട്ടയിലേക്ക് സൂര്യകാന്തിയും അതുപോലെ ചെണ്ടുമല്ലിയും ഒക്കെ കാണാനായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഇനി വരണമെന്നില്ല, കാരണം കംപ്ലീറ്റ് പൂക്കളും തീർന്നു. ഗോപാൽപുരം ഗ്രാമവും കഴിഞ്ഞ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഈ കൃഷിപ്പാടത്തിന്റെ നടുവിലൂടെ നമ്മൾ നേരെ എത്തിച്ചെല്ലുന്നത് ഹിമവത് ഗോപാലന്റെ സന്നിധിയിലേക്കാണ്. നമ്മുടെ വാഹനമായിട്ട് നമ്മൾക്ക് അകതള എന്ന് പറയുന്ന സ്ഥലം വരെ പോകാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഹില്ലിന് മുകളിലേക്ക് ബസ് സർവീസ് ആണുള്ളത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള KSRTC ഉണ്ട്, ഇവിടുന്ന് ഷട്ടിൽ സർവീസ് ഹിമവത് ഗോപാലിന്റെ അടുത്തേക്ക്. ഈ വാഹനങ്ങളിലാണ് ഇനി നമ്മൾ മുകളിലേക്ക് പോകുന്നത്. 70 രൂപയാണ് ടിക്കറ്റ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ ഏറ്റവും ഉയരം കൂടിയ കുന്നാണ് ഗോപാൽ സ്വാമി ഹില്ല്. സമുദ്രനിരപ്പിൽ നിന്നും 1450 മീറ്റർ ഉയരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ട് നോക്കിയാലും ഗംഭീരമായൊരു കാനന ഭംഗി, പച്ച പട്ടി വിരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മല കയറുന്ന സമയത്ത് ബസിന്റെ സൈഡ് സീറ്റാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ഗംഭീരമായൊരു കാനന ഭംഗി നമുക്ക് ക്യാമറയിലേക്ക് ഒപ്പിയെടുക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ഗോപാൽ സ്വാമി ഹില്ലിന്റെ ഏറ്റവും ഉയരത്തിലെത്തി. ഇവിടെ നിന്നും ഗോപാൽ സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു ദൂരക്കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. വീശിയടിക്കുന്ന നല്ല തണുത്ത കുളിർമയേകിയ കാറ്റിന്റെ തലോടലോടുകൂടി നമ്മൾ ഹിമവത് ഗോപാലന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം 20 മിനിറ്റ് KSRTCയിൽ യാത്ര ചെയ്തിട്ട് നമ്മൾ ഹിമവത് ഗോപാലിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അസാധ്യമായ കാറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടോ നമ്മളിപ്പം നിൽക്കുന്നത് 1450 മീറ്റർ ഹൈറ്റിലാണ് സമുദ്രനിരപ്പിൽ നിന്ന്. അത്രയും മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഗംഭീരമായ കാറ്റാണ്. അതുകൊണ്ടോ ഇനി നമുക്ക് ഹിമവത് ഗോപാലിന്റെ അടുത്തേക്ക് പോകണം. ഈ കാണുന്നതൊക്കെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ഭാഗമാണ്. എന്താ രസം എന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുന്ന സമയത്ത് കാറ്റും അതിനൊപ്പം കോടയും ചെറു മഴയുണ്ടായിരുന്നു. ഇപ്രാവശ്യം കാറ്റുണ്ടെങ്കിലും മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ സമയത്തും ഓരോ ക്ലൈമറ്റ് ആണ്. ആ ഒരു വ്യത്യസ്തമായ അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഹിമവത് ഗോപാലിന്റെ അടുത്തേക്ക് വരുന്ന ആരൊക്കെയാണെന്ന് അറിയാലോ അല്ലെ? കപ്പിൾസ് ആണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വരുന്നത്. കല്യാണം കഴിഞ്ഞവര്, അതുപോലെ തന്നെ കല്യാണം നടക്കാത്തവരോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് പ്രണയത്തിന്റെ മൂർത്തിഭാവമായ ഗോപാലനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന പ്രണയത്തിന്റെ മൂർത്തിഭാവമാണ് നമ്മുടെ ഹിമവത് ഗോപാലൻ, മഞ്ഞു ഗോപാലൻ, അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗോപാലനെ കാണാനായിട്ട് എത്തണം. ഇവിടുത്തെ ഒരുപാട് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ ഡീറ്റെയിൽഡ് ആയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ.